അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. പരിശുദ്ധാത്മാവിന്റെ പകർച്ച പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്ന ജനത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞ ആ ചരിത്രപരമായ വിവരണമാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സാദൃശ്യ പദമാണ് കാറ്റ് എന്നുള്ളത്. നമ്മൾ വായിച്ച വാക്യം നോക്കിക്കേ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഒന്ന്, അവരൊരു ശബ്ദം കേട്ടു. എന്താ? കൊടിയ കാറ്റടിക്കുന്നത് പോലെ. 2, അവരൊരു കാഴ്ച കണ്ടു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. 3, അവരത് അനുഭവിച്ചു. അത് വീട് മുഴുവൻ നിറച്ചു. മാത്രമാണോ? അനന്തരഫലം എന്താ? 4, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പരിശുദ്ധാത്മ പകർച്ച. കാറ്റ് എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതിന് ഒരു തെളിവ് നമുക്ക് ആരംഭത്തിലൊന്ന് നോക്കാം. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. കാറ്റ് എന്നാണ് വിളിക്കുന്നത് അല്ലെ? കാറ്റ് വന്ന് വീശുക, ഊതുക. ഇനി അതിന്റെ 5 വാക്യം. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അപ്പൊ ഒന്നാമത് കാറ്റ് എന്ന പദമായിരുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ശ്വാസം എന്ന പദമാണ്. 14-ാമത്തെ വാക്യം. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിനെ ആത്മാവ് എന്ന് പറയുകയാണ്. ഒന്ന് കാറ്റ് എന്നാണ് പറഞ്ഞത്, പിന്നീട് അതിനെ ശ്വാസം എന്ന് പറഞ്ഞു, പിന്നീട് അതിനെ ആത്മാവ് എന്ന് പറഞ്ഞു. ബൈബിൾ പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. അതിനുപയോഗിച്ചേക്കുന്ന പദങ്ങൾ റൂഹ എന്ന പദമാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂമ എന്നാണ്. തിയോളജിയുടെ 10 ഭാഗങ്ങളിൽ ഒന്ന് ന്യൂമറ്റോളജി എന്നുള്ളതാണ്, പരിശുദ്ധാത്മശാസ്ത്രം. ന്യൂമ പഴയ നിയമത്തിൽ എബ്രായ ഭാഷയിൽ റൂഹ എന്ന്, ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്ന്. അതിൻ്റെ അർത്ഥം കാറ്റ്, ആവി, ശ്വാസം എന്നൊക്കെയാണ്. അപ്പോൾ കാറ്റടിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായ കാറ്റല്ല, കാറ്റ് പോലെ. പദം കണ്ടോ? കൊടിയ കാറ്റ് പോലെ. പ്രധാനപ്പെട്ട 3 ചിന്തകൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കാറ്റ് ജീവിപ്പിക്കുന്നതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. 3 സംഭവങ്ങൾ നോക്കിയാട്ടെ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഏദൻ തോട്ടത്തിൽ പാർക്കാനായി ദൈവം മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യനാണ് ആദവും ഹവ്വയും. ആ ആദാം ഒരു മണ്ണാങ്കട്ടയായി നിലത്ത് കിടക്കുമ്പോൾ ദൈവം കുനിഞ്ഞ് അവന്റെ മൂക്കിൽ ഊതി, അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ നിലത്ത് കിടന്ന ആ മൺകട്ടയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്, ചിന്തിപ്പിച്ച് തുടങ്ങിയത്, ചലിക്കാനും ചരിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയത് അവനിലേക്ക് ദൈവത്തിന്റെ ശ്വാസം പകർന്നപ്പോഴാണ്. 104-ാം സങ്കീർത്തനം 30-ാമത്തെ വാക്യം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 45-47 വാക്യം. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു. 47-ാമത്തെ വാക്യം. 1-ാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പോ ആദാമിനെ ജീവിപ്പിച്ചത് ഒരു കാറ്റമായിരുന്നു, ഒരു ശ്വാസമായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം 11-ാമത്തെ വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഇസ്രായേൽ ജനം സ്വന്തം നാട് വിട്ട് ബാബിലോണിൽ 70 വർഷം പ്രവാസികളായി കഴിഞ്ഞു.
അടിമകളായി പോയി പാർക്കേണ്ടി വന്നു. 70 വർഷം കഴിഞ്ഞിട്ടേ ഞാൻ നിങ്ങളെ മടക്കി വരുത്തൂ എന്ന് ദൈവം പറഞ്ഞിരുന്നു. ദേശം അതിന്റെ ശാപത്തുകൾ അനുഭവിച്ച് തീരുവോളം 70 സംവത്സരം ഈ ദേശം ശൂന്യമായി കിടക്കും എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദൈവം പറഞ്ഞു. ആ വചനത്തിന്റെ നിവർത്തി എന്ന വണ്ണം അവർ 70 വർഷം അവിടെ പ്രവാസികളായി കഴിഞ്ഞു. ചെന്ന് കുറച്ചുനാൾ കഴിയുമ്പോൾ പെട്ടെന്ന് തിരിച്ചു പോരും എന്നൊക്കെ വിചാരിച്ചപ്പോ ദൈവം പ്രവാചകന്മാരെ വിട്ടു പറഞ്ഞു, ഇല്ല, പെട്ടെന്നൊന്നും പോകത്തില്ല, നിങ്ങൾ വീടൊക്കെ പണിത് പാർത്തുകൊള്ളൂ, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞു മാത്രമേ ഞാൻ നിങ്ങളെ മടക്കി വരുത്തുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. ഈ ദൂതൊക്കെ കേട്ടെങ്കിലും ഒരു 65-68 വർഷമൊക്കെ ആയപ്പോ അന്ന് പ്രവാചകനേതാണ്ടൊക്കെ പറഞ്ഞു, അതൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, ഇനി ഞങ്ങൾ ഇവിടെ ഒന്നും വിട്ട് സ്വന്തം നാട്ടിൽ തിരിച്ചു പോകത്തൊന്നും ഇല്ല, അതെങ്ങനെ സാധിക്കാനാ? അതാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. അപ്പൊ പ്രത്യാശയില്ലാത്ത തീരെ മുടിഞ്ഞിരിക്കുന്ന ആ ജനത്തിന്റെ മാനസിക നിലവാരം ഒന്ന് വ്യക്തമാക്കാൻ ദൈവം യെഹെസ്കേൽ പ്രവാചകന് ഒരു ദർശനം നൽകുകയാണ്. ഒരു ശവക്കോട്ടയുടെ, ഒരു സെമിത്തേരിയുടെ ദർശനം. അവിടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ അസ്ഥികളുടെ അവസ്ഥ എന്താ? അവ ഏറ്റവും ഉണങ്ങിയിരുന്നു, അത് ഏറ്റവും ദ്രവിച്ചിരുന്നു, അത് ഛിന്ന ഭിന്നമായി ചിതറിക്കിടക്കുകയായിരുന്നു, അതിലൊട്ടും ജീവന്റെ കണിക പോലുമില്ല. 12-ാമത്തെ വാക്യം, അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. ദൈവത്തിന്റെ ദൂതാണ്. അവര് പറഞ്ഞു, ഞങ്ങൾ മുടിഞ്ഞു, അസ്ഥി പോലെ ആയിരിക്കുന്നു, ശവാസ്ഥി പോലെ ആയിരിക്കുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ദൈവത്തിന് പറയാനുള്ളത്, അല്ല, ഞാൻ നിങ്ങളുടെ ശവക്കുഴികളെ തുറന്ന് നിങ്ങളെ കയറ്റി ഒരു സൈന്യം പോലെ ഞാൻ നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും. 9-10 വാക്യങ്ങൾ നോക്കിയാട്ടെ. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. 14-ാമത്തെ വാക്യം, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്ത് സംഭവിച്ചു? ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, നീ വെറുതെ അന്തരീക്ഷത്തിലോട്ട് നോക്കി അങ്ങ് പ്രവചിക്ക. എന്താ പ്രവചിക്കേണ്ടത്? കാറ്റേ, 4 വശത്തു നിന്നും വന്ന് ഈ അസ്ഥികൾ ജീവിക്കേണ്ടതിന് അവയോട് പ്രവചിക്കാം. ഒന്നും കണ്ടിട്ടല്ല, തികച്ചും വിശ്വാസത്താൽ ദൈവദാസൻ ആ കാറ്റിനോട് പ്രവചിച്ചു, നിഹിതന്മാർ ജീവിക്കേണ്ടതിന് കാറ്റേ വന്ന് ഇവരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചെന്നറിയാമോ? അസ്ഥി അസ്ഥിയോട് ചേർന്നു. ആത്മാവിൽ പ്രവചിച്ചു, അസ്ഥി അസ്ഥിയോട് ചേർന്നു. എന്താ അതിന്റെ അർത്ഥം? ഈ ബാബിലോണിൽ പോയ ജനം തിരിച്ചിനി വരില്ല എന്നവർ പറഞ്ഞു. ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ദൈവം പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. എന്ത് സംഭവിച്ചു? യിരെമ്യാവ് മുഖാന്തരം അരുളി ചെയ്ത യഹോവയുടെ വചനം നിവർത്തിയാവേണ്ടതിന് ദൈവം പാർസി രാജാവായ കോരശിനെ ഉണർത്തി. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യം അദ്ദേഹം ഒരു വിളംബരം ചെയ്തു, മടങ്ങിപ്പോകേണ്ടുന്നവർക്ക് മടങ്ങിപ്പോകാം. അങ്ങനെ ജനം മടങ്ങിപ്പോയി. അതാ 126-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ആർപ്പും നിറഞ്ഞിരുന്നു. ബാബേലിന്റെ തീരത്ത്, കെബാർ നദിയുടെ തീരത്ത് ഇരുന്നപ്പോൾ ഞങ്ങൾ കരഞ്ഞവരാണ്. ഞങ്ങളെ പ്രവാസികളായി കൊണ്ടുപോയവർ, നിങ്ങൾ യഹോവയുടെ ഗീതം ഒന്ന് പാടെന്ന് പറഞ്ഞ് ഞങ്ങളെ പരിഹസിച്ചവരാ. അന്ന് ഞങ്ങളുടെ വായിൽ കരച്ചിലായിരുന്നു. എന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റിയപ്പോൾ അവർ ചിരിക്കുവാൻ തുടങ്ങി, അവർ സന്തോഷിപ്പാൻ തുടങ്ങി. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ജനം മടങ്ങി വരികയും പിന്നീട് ആ യെരൂശലേം നഗരം പുതുക്കി പണിയുകയും ഒക്കെ ചെയ്തത്. 3-ാമത്തെ സംഭവം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവേൻ.
ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി. ആദമിന്റെ സൃഷ്ടിപ്പിൽ നമ്മൾ എന്താ കണ്ടത്? ദൈവം അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. 37 നമ്മൾ എന്താ കണ്ടത്? കാറ്റ് അവരുടെ മേൽ ഊതുക. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർക്ക് യേശുവിനെ കുറിച്ച് വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായത്. യേശു മശീഹയായിട്ട് വാഴും, അവർക്കെല്ലാം രാജ്യം വിഭജിച്ച് നൽകും, പീലാത്തോസിനെ കൊല്ലും, റോമൻ സാമ്രാജ്യത്തെ തകർക്കും, ഞങ്ങളുടെ കർത്താവ് മശീഹയായി കസേരയിൽ വാഴും. പക്ഷേ ആ പ്രതീക്ഷകളെ മുഴുവൻ തകർക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. അവരുടെ പ്രത്യാശയായിരുന്ന മശീഹ ക്രൂശിക്കപ്പെട്ടു. അവരുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു. മാത്രമാണോ, അവരെക്കുറിച്ച് പട്ടാളം നാട്ടിലൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചു. എന്താ കഥ? ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശവം മോഷ്ടിച്ചു കൊണ്ടുപോയി. അതുകൊണ്ട് യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിക്കകത്ത് കയറി വാതിലടച്ചിരിക്കുകയാണ്. മാനസികമായി അവർ നിരാശരായിരിക്കുകയാണ്. ഭയം അവരെ അലട്ടുകയാണ്. പ്രതീക്ഷകൾ തകർന്നു പോയവരാ. പക്ഷെ യേശു എന്താ ചെയ്തത്? കതവ് ചവിട്ടിപ്പൊളിക്കാതെ, മേൽക്കൂര പൊളിക്കാതെ യേശു അകത്തു വന്നു. തന്റെ വിരിക്കപ്പെട്ട കൈകാലുകൾ അവരെ കാണിച്ചിട്ട് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. വാഗ്ദത്തം നിവർത്തീകരണത്തിലേക്ക് നയിക്കുകയാണ്. പഴനിയമത്തിലെ ഒരു വചനം വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 32:15 വാക്യം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ ഉയരത്തിൽ നിന്നൊരു ആത്മാവിന്റെ പകർച്ചയുണ്ടാകുമെന്ന് യെശയ്യാവെന്ന ദീർഘദർശി പ്രവചിച്ചു. അന്നെന്ത് സംഭവിക്കും? മരുഭൂമി ഉദ്യാനമായി മാറും. അപ്പോഴത്തെ ശിഷ്യന്മാരുടെ മാനസിക നിലവാരം വരൾച്ചയുള്ളതാണ്, യാതൊരു സന്തോഷവും പ്രത്യാശയും ഇല്ലാത്തതാണ്. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള ആത്മാവിനെ അവരുടെ മേൽ പകർന്നപ്പോൾ അവർ പിന്നീട് ധീരരായി മാറി. ഒരിക്കൽ അവർ ഭീരുക്കളായിരുന്നു, എന്നാൽ ആത്മാവിനെ അവരുടെ മേൽ പകർന്നപ്പോൾ അവർ ധീരന്മാരായി മാറി. അപ്പോസ്തലപ്രവൃത്തി 1:4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്കോ ഏറിയ നാൾ കഴിയും മുമ്പേ ആത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേം വിട്ട് വാങ്ങിപ്പോകാതെ നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾക്കോ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അതാണ് യെശയ്യാവ് പറഞ്ഞത്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ എന്നുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, ഉപകാരപ്രദമായ കാറ്റ്. ഈ കാറ്റ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഉപകാരപ്രദമായ കാറ്റ്. ഭയങ്കര ഉഷ്ണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫാനിടും, അല്ല ജനൽ തുറന്നിടും. അപ്പോൾ ഉഷ്ണത്തിന്റെ തണലിൽ നമുക്കൊരു തണുപ്പ് തരുന്നത് കാറ്റാണ്. ആഹാരം കഴിക്കാതെ ദിവസങ്ങളോളം മനുഷ്യന് ജീവിക്കാൻ കഴിയും. പക്ഷേ വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പ്രാണവായു നമുക്ക് ആവശ്യമാണ്, അല്ലേ? അത് സൗജന്യമായിട്ടാണ് തരുന്നത്. പക്ഷെ മൂക്കടച്ചു വെക്കരുത്, നമ്മളതിനെ ശ്വസിക്കണം. അപ്പോൾ നമ്മുടെ ഉഷ്ണം മാറും. ചൂടുള്ള സന്ദർഭത്തിൽ നമുക്ക് അത് തണുപ്പായി തീരും. കാറ്റിന്റെ പലവിധ ഉപയോഗമുണ്ട്. നമുക്കറിയാം, നെല്ല് പതിരും കതിരും തിരിക്കുന്നത് എങ്ങനെയാ? 1 സങ്കീർത്തനം 4 വാക്യം ദുഷ്ടന്മാരെ കുറിച്ച് വായിക്കുകയാണ്. അവർ കാറ്റു പാറ്റുന്ന പതിർ പോലെ അത്രേ. അപ്പൊ പതിരിനെ മാറ്റാൻ, കതിര് തെളിച്ചെടുക്കാൻ, നല്ല മണി ഏതെന്ന് ശേഖരിച്ചെടുക്കാൻ കാറ്റിനെയാണ് ഉപയോഗിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 3:17 സ്നാപക യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് വായിച്ചു. അവന് വീശുമുറം കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. പതിർ തീയിലിട്ട് ചുട്ടുകളയാൻ വേർതിരിക്കുന്നത്, നല്ല മണി ശേഖരിക്കാൻ ഉപയോഗിക്കുന്നത് കാറ്റാണ്. സ്വർഗത്തിന് കൊള്ളാവുന്നവരെ ശുദ്ധീകരിച്ചെടുക്കാൻ, നെൽമണികളാക്കി മാറ്റിയെടുക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ഭക്തന്മാരെ ഉയർത്തിക്കൊണ്ടുപോകാൻ കാറ്റിനെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെയും പുനരുദ്ധാനം നടക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും അവൻ ഉയർപ്പിക്കും.
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറിയത് എങ്ങനെയാ? ചുഴലിക്കാറ്റിലാണ്. ഏലിയാവിന് ഒരു 70 കിലോ വെയിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. 70 കിലോ വെയിറ്റ് ഉള്ള ഏലിയാവിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ തക്കതായ കൊടുങ്കാറ്റ് അവിടെ അടിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ചെറിയ മണൽത്തരികളൊക്കെ പാറിപ്പറക്കൂലേ? എത്ര പ്രക്ഷുബ്ധമായ പൊടിക്കാറ്റാണെങ്കിലും മണൽക്കാറ്റാണെങ്കിലും അതിന്റെ നടുവിലും ദൈവം ഭക്തനെ ഉയർത്തിക്കൊണ്ടുപോകാൻ ദൈവം ആ കാറ്റിനെ ഉപയോഗിച്ചു. ഏലിയാവിൽ നിന്ന് ഏലിശ വേർപെടുന്നു, അല്ലെങ്കിൽ ഏലിശയിൽ നിന്ന് ഏലിയാവ് വേർപെടുന്നു. ആ സമയത്ത് ഏലിയാവ് ഏലിശയോട് പറയുന്നു, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോ നിനക്ക് എന്ത് ചെയ്തു തരണം? അവനെന്താ പറഞ്ഞത്? നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. എന്താ ഇരട്ടി പങ്ക് എന്ന് പറഞ്ഞത്? ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ഒരുവൻ തന്റെ സ്വത്ത് പുത്രന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുമ്പോൾ അനിഷ്ടയുടെ മകനായ ആദ്യജാതന് പകരം ഇഷ്ടയുടെ മകന് ജ്യേഷ്ഠാവകാശം കൊടുത്തുകൂടാ. തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അനിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതൻ എന്ന് സ്വീകരിക്കണം. അവൻ അവന്റെ ബലത്തിന്റെ ആരംഭമല്ലോ. ജ്യേഷ്ഠാവകാശം അവനുള്ളതാകും. ഒരു പുരുഷന് 2 ഭാര്യമാരുണ്ടെന്നിരിക്കട്ടെ. ഒരുവൾ ഇഷ്ടഭാര്യയും മറ്റൊരുവൾ അനിഷ്ടഭാര്യയും. യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നല്ലേ? റാഹേലും ലേയും. ഇഷ്ടഭാര്യ ആരായിരുന്നു? റാഹേൽ. ലേയ അനിഷ്ടഭാര്യ. ദൈവം പറയുകയാണ്, ഇങ്ങനത്തെ ഒരു സ്ഥിതി വന്നാൽ സ്വത്ത് വീതിക്കുമ്പോ ആദ്യജാതൻ ആരോ, അത് ഇഷ്ടഭാര്യയുടെ പുത്രനായാലും അനിഷ്ടഭാര്യയുടെ പുത്രനായാലും ആദ്യജാതൻ ആരോ അവന് ഇരട്ടി പങ്ക് കൊടുക്കണം. എല്ലാ മക്കൾക്കും തുല്യമായിട്ട് വീതം വെക്കത്തില്ലേ? അക്കൂട്ടത്തിലുള്ള ഒരു പങ്ക് അവന് കൊടുക്കണം. 2, ആദ്യജാതനുള്ള പങ്ക്, അതൊരു എക്സ്ട്രയാണ്. ആദ്യജാതന് ഒരു അധിക പങ്കുണ്ട്. എന്തുകൊണ്ട്? അപ്പന് ശേഷം കുടുംബം പോറ്റേണ്ടത് ഇവനാണ്. മശിഹ വരുന്നത് ആദ്യജാതന്മാരുടെ കുടുംബത്തിൽ നിന്നായിരിക്കും. അതുകൊണ്ടാണ് ആദ്യജാതന് 2 പങ്ക്. 1 മകനെന്ന പങ്ക്, 2 ആദ്യജാതനെന്ന പങ്ക്. അതാണ് വായിച്ചത്. ഒരുവൻ തന്റെ സ്വത്ത് വിഭാഗിക്കുമ്പോൾ ആദ്യജാതന്, അത് ഇഷ്ടഭാര്യയുടെ പുത്രനായാലും അനിഷ്ടഭാര്യയുടെ പുത്രനായാലും ആദ്യജാതന് 2 പങ്ക് കൊടുക്കണം. അതാ ഇവിടെ ഏലിശ ഏലിയാവിനോട് പറഞ്ഞത്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. അങ്ങനെ തന്നെ സംഭവിച്ചു. ആ ഭക്തനെ ഉയർത്തുവാൻ ദൈവം കാറ്റിനെയാണ് ഉപയോഗിച്ചത്. ചെങ്കടലിൽ തന്റെ ജനത്തിന് കടന്നു പോകാൻ വഴി തുറക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു കാറ്റാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. മോശെ കടലിന്മേൽ കൈ നീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ചെങ്കടലിനെ വിഭാഗിക്കാൻ ദൈവം 4 മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം ഒന്നിച്ചു കൂടിയെന്ന്, അവന്റെ ശ്വാസനയാൽ അവൻ ഓടിപ്പോയി എന്ന്, അവന്റെ വാക്കിന് മുമ്പിൽ കടല് മാറിയെന്ന്. 4 ഒരു കാറ്റിനെ അയച്ച് ദൈവം കടലിനെ പിൻവാങ്ങിച്ചു. രാത്രി മുഴുവൻ ശക്തിയേറിയ ഒരു കിഴക്കൻ കാറ്റടുപ്പിച്ച് ആ കടലിനെ 2ആയിട്ട് ദൈവം വിഭജിച്ചു. വീണ്ടെടുക്കപ്പെട്ടവർ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കനാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ദൈവം ഒരു കാറ്റയച്ച് വഴി തുറന്നതുപോലെ വീണ്ടെടുത്ത് പ്രാപിച്ച വിശുദ്ധന്മാർക്ക് ഇവിടുന്ന് സ്വർഗീയ കനാനിലേക്ക് പോകാനും ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സ്വർഗോന്നതങ്ങളിലേക്ക്, സ്വർഗീയ കനാനിലേക്ക് കൊണ്ടുപോകും. തന്റെ ജനത്തിന് മരുഭൂമിയിൽ മാംസാഹാരം കൊടുക്കാൻ ദൈവം ഉപയോഗിച്ചത് ഒരു കാറ്റിനെയാണ്. ഒരിക്കൽ അവര് പറഞ്ഞു, ഈ മന്നയല്ലാതെ എന്തുള്ളൂ? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ ഭക്ഷിച്ചിട്ടുള്ള ഇറച്ചിയൊക്കെ ഓർക്കുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള ചുറ്റുള്ളി, വെളുത്തുള്ളി, മത്തങ്ങ ഇറച്ചിക്കലങ്ങളുടെ അരികെ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്നാ പറഞ്ഞത്. ജനം എന്തോ ചോദിച്ചു പറഞ്ഞേ,
ഇറച്ചി വേണം. ദൈവം എന്താ പറഞ്ഞത്? പറഞ്ഞേരെ, ഇറച്ചി കൊടുത്തേക്ക. 5 ദിവസമല്ല, 10 ദിവസമല്ല, 20 ദിവസമല്ല, 30 ദിവസം നിങ്ങൾക്ക് ഇറച്ചി തരും. ഇത് കേട്ട ഇസ്രായേലിൽ പറഞ്ഞു, പിന്നെ മരുഭൂമിയില് ഒരു മുയല് പോലും പിടിച്ചു തരാൻ, പിന്നെ അങ്ങനെ ഇത്രയും പേർക്ക് ഇറച്ചി തരുന്നത്? അവര് പറഞ്ഞു, ഈ കടലിലരികയാണല്ലോ, അവര് പറഞ്ഞു, കടലിൽ നിന്ന് മീനെ എല്ലാം കൂടെ പിടിച്ചു കൂട്ടി ഞങ്ങൾക്ക് തരുമോ? തമ്പുരാൻ ആ വാക്ക് അങ്ങനെ എടുത്തു. എന്താ പറഞ്ഞത്? മീനെ പിടിച്ചു കൂട്ടി ഞങ്ങൾക്ക് മാംസാഹാരം തരുമോ? ദൈവത്തിന് പറയാനുള്ളത്, മീനെ എല്ലാം കൂടെ പിടിച്ചു കൂട്ടണ്ട, ഒരു മീൻ മതി. 30 ദിവസത്തേക്ക് 30 ലക്ഷത്തോളം വരുന്ന ജനത്തിന് തൃപ്തിയായിട്ട് ആഹാരം കൊടുക്കാൻ ദൈവത്തിന് ഒരു മീനെ മതിയായിരുന്നു. വായിച്ചാട്ടെ, 74-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി. ലിവ്യാഥാന്റെ തലയെ തകർത്തു, മരുവാസികൾക്ക് അതിനെ ആഹാരമായി കൊടുത്തു. സംഖ്യാപുസ്തകം 11-ാമത്തെ വാക്യം. അനന്തരം യഹോവ അയച്ച ഒരു കാറ്റ് ഊതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ വഴിദൂരം അങ്ങോട്ടും, ഒരു ദിവസത്തെ വഴിദൂരം ഇങ്ങോട്ടും. 20 മൈലാണ് ഒരു ദിവസത്തെ വഴിദൂരം എന്ന് പറയുമ്പോൾ 40 മൈൽ നീളത്തിൽ ഇങ്ങനെ തമ്പുരാൻ അവിടുന്ന് പറപ്പിച്ചോണ്ട് വന്ന് ഇവരുടെ കൂടാരങ്ങൾക്ക് മീതെ കേവലം 2.5 മുഴ ഉയരത്തിൽ പറപ്പിച്ചു നിർത്തി. ഒരു കാറ്റ് അങ്ങോട്ടടിച്ചപ്പോൾ ലിവ്യാഥാന്റെ തല തകർന്നു. തമ്പുരാൻ കൽപ്പിച്ച മറ്റൊരു കാറ്റടിച്ചപ്പോൾ അത് കാടപ്പക്ഷികളായി രൂപാന്തരപ്പെട്ടു. ഏദനിലെ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നിങ്ങൾ നോക്കട്ടെ. ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഈ ഭൂമിയിൽ പറവകൾ ഇങ്ങനെ പറന്നുയരാൻ തുടങ്ങി. ആ ദൈവത്തിന്റെ വാക്ക് ആ മീന്റെ തലച്ചോറിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഇവ കാടപ്പക്ഷികളായി രൂപാന്തരപ്പെടട്ടെ എന്ന്. പറപ്പിച്ചോണ്ട് വന്നിട്ട് ഇസ്രായേൽ മക്കളുടെ കൂടാരങ്ങൾക്ക് മീതെ 40 മൈൽ നീളത്തിൽ അതിനെ പറപ്പിച്ചു നിർത്തി. തമ്പുരാൻ ആർക്കും കടക്കാരനല്ല, എല്ലാവർക്കും പിടിക്കത്തക്ക രീതിയിൽ അവരുടെ കയ്യെത്തുന്ന ദൂരത്തിലേക്ക് തമ്പുരാൻ അതിനെ താഴ്ത്തി പറപ്പിച്ചു നിർത്തി. ദൈവത്തിന്റെ കരുതലുകൾ ശ്രേഷ്ഠമാണെന്ന്, ദൈവത്തിന്റെ പ്രവർത്തികൾ വിസ്മയകരമാണെന്ന് നിനക്ക് വേണ്ടിയ തമ്പുരാൻ അതിനെ പറപ്പിച്ചോണ്ട് വന്നതെങ്കിൽ നിന്റെ കൂടാരത്തിന് അപ്പുറത്തേക്ക് അത് പോകത്തില്ലെന്ന്. ആത്മാവിന്റെ 3-ാമത്തെ പ്രവൃത്തി അത് അനുഭവിക്കാവുന്ന കാറ്റാണ്. കാറ്റ് അനുഭവിക്കാം. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ അനുഭവിക്കാം. 2-3 ഉദാഹരണം ഞാൻ പറയാൻ പോവുകയാണ്. അത് ബൈബിളിനെ ദൈവശാസ്ത്രീയമാക്കിയ ഒരു കാറ്റാണ്. 2 തിമോഥെയോസ് 3:16. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ, അവിടെ ദൈവശ്വാസീയത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശ്വാസമുള്ളത് എന്നർത്ഥമാണ്. എല്ലാ തിരുവെഴുത്തിലും ദൈവത്തിന്റെ ശ്വാസമുണ്ടെന്ന്. ദൈവത്തിന്റെ ശ്വാസമുള്ള 2 കാര്യങ്ങളാണ് ഭൂമിയിലുള്ളത്. 1, ദൈവത്തിന്റെ ശ്വാസമുള്ള മനുഷ്യൻ. 2, ആ മനുഷ്യന് വേണ്ടി ദൈവം കനിഞ്ഞു നൽകിയ സമ്മാനമാകുന്ന തിരുവെഴുത്ത്. 2ലും ദൈവത്തിന്റെ ശ്വാസം, അതോ ദൈവത്തിന്റെ ജീവൻ പകർന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് വായിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഒരു കത്തലുണ്ടാകുന്നത്. എന്ന് പറയുമ്പോൾ വേദപുസ്തകം എഴുതാൻ ദൈവം ഉപയോഗിച്ച 40-ൽ പരം എഴുത്തുകാർ ഇതിന്റെ പേന പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ബുദ്ധിയോ യുക്തിയോ അനുസരിച്ചല്ല ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ എഴുതിയത്. അങ്ങനെയാണ് എഴുതിയതെങ്കിൽ ഇതൊരു അബദ്ധ കൂമ്പാരമായി പോയേനെ. ഇത് വായിക്കാൻ ഇന്ന് ആളില്ല എന്ന് വരുമായിരുന്നു. എന്നാൽ പുരോഗമന യുഗത്തിലും ഒരു ഭേദഗതികളും ആവശ്യമില്ലാതെ സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് നിൽക്കാൻ കാരണം ഇതിനകത്ത് ദൈവത്തിന്റെ ജീവനുണ്ട്. ഇത് വായിക്കുമ്പോൾ നിനക്ക് ആ ജീവൻ അനുഭവിക്കാൻ കഴിയും. ഇത് വായിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ, നിന്റെ ആത്മാവിലൊക്കെ ഈ ജീവന്റെ പ്രസരിപ്പുണ്ടാകും.
പത്രോസിന്റെ ലേഖനത്തിലെ വാക്യം നമുക്കറിയാം. 2 പത്രോസ് 1:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. പ്രവചന വാക്യവും അധിക സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രമാകുന്ന ക്രിസ്തു ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ അഥവാ പ്രവചനത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ നന്ന്. അടുത്ത വാക്യം, തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും മനുഷ്യന്റെ സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് മനുഷ്യൻ ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ദൈവത്തിന്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രയാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന്റെ ശ്വാസമുണ്ട്. 2, ഒരു മനുഷ്യനെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത് ഈ കാറ്റാണ്. വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന കാറ്റാണ്. നിക്കോദിമോസിനോട് നീ വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. അവൻ ചോദിച്ചു, ഇതെന്നാ, ഇനി ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് വീണ്ടും ജനിക്കണമോ? അവൻ പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല, ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. എന്താ ഈ കർത്താവ് പറയുന്നെന്ന് ഓർത്ത് ഇവൻ ആശ്ചര്യത്തോടെ നിൽക്കുമ്പോ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3:6 മുതലുള്ള വാക്യങ്ങൾ മൊത്തത്തിൽ വായിച്ചാട്ടെ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ദൈവത്തിന്റെ ആത്മാവ് താൻ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. എന്താ സാക്ഷ്യം പറയുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് സാക്ഷ്യം പറയുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാക്കൾക്ക് പുതുജീവൻ പകർന്നു തരുന്നു. അടുത്ത വാക്യം, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. അടുത്തത്, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ഉഷ്ണത്തോടെ നിൽക്കുമ്പോൾ ഫാനിടുമ്പോൾ ജനൽ തുറന്നിടുമ്പോൾ കാറ്റ് നമുക്ക് കിട്ടുന്നു, നമുക്കത് അനുഭവിക്കാൻ കഴിയുമെങ്കിലും കാണുന്നുണ്ടോ എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിൽ വന്നിട്ട് അവനെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുമ്പോൾ പുറമെ ഒരാൾക്കത് കാണാൻ കഴിയത്തില്ലെങ്കിലും ആത്മാവിൽ വീണ്ടും ജനനം നടക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. അപ്പൊ വീണ്ടും ജനനത്തിലേക്ക് ഒരുവനെ നയിക്കുന്നത് പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ ആർക്കും കഴിയത്തില്ല. ഈ കാറ്റിന്റെ വേറൊരു പ്രത്യേകത, സുഗന്ധം പുറത്തേക്ക് വരാൻ കാറ്റ് ഊതുകയാണ്. ഉത്തമഗീതത്തിന്റെ പുസ്തകം 4:16. വടതിക്കാറ്റ് ഉണരുക, തെന്നിക്കാറ്റ് വരിക. എന്താ വടതിക്കാറ്റ്, തെന്നിക്കാറ്റ്? മലയാളത്തിൽ ചില പദങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇംഗ്ലീഷിൽ അത് എന്താ കൊടുത്തേക്കുന്നത് നോക്കും. വടതിക്കാറ്റ് നോർത്തേൺ വിൻഡ്, തെന്നിക്കാറ്റ് സതേൺ വിൻഡ്. വടതിക്കാറ്റ് എന്ന് പറഞ്ഞാൽ വടക്കൻ കാറ്റ്, തെന്നിക്കാറ്റ് എന്ന് പറഞ്ഞാൽ തെക്കൻ കാറ്റ്. ഇനി ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എന്റെ പ്രിയന്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം പുറത്തേക്ക് വരേണ്ടതിന് കാറ്റേ വീശുക. ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദുർഗന്ധങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം വമിക്കുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും അതിനെ മുഴുവൻ മാറ്റിയിട്ട് നൽ സുഗന്ധം വീശാൻ ദൈവത്തിന്റെ കാറ്റ് നമ്മുടെ മേലൊന്ന് വീശട്ടെ. 1947 മുതൽ 1985 വരെ റാന്നിയിലുള്ള കരിയംപ്ലാവ് എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു ഭക്തനായ ദൈവദാസനായിരുന്നു പാസ്റ്റർ CS മാത്യു. 11 മക്കൾ തനിക്കുണ്ടായിരുന്നു. 8 മക്കളും ചെറുപ്പത്തിലെ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിന് ദൈവം നൽകിയ കൃപ എന്ന് പറയുന്നത് പാട്ടുകൾ എഴുതാനായിരുന്നു. ആ സാധുവായ മനുഷ്യൻ കണ്ണുനീരോടെ തന്റെ ജീവിതത്തിൽ താൻ കുറിച്ചു വെച്ച വാക്കുകൾ, ആത്മനിയോഗത്തോടെ താൻ പാടിയ പാട്ടുകൾ ഇന്നും ആയിരക്കണക്കിന് ജനത്തിന് ആവേശമായി മാറുകയാണ്. സ്തോത്രം. താൻ എഴുതിയ പാട്ടാണ് കൊടിയ കാറ്റടിക്കണമേ ആത്മ മന്ദമാരുതനെ എന്നുള്ള പാട്ട്. കൊടടിക്കുക
ദൈവത്തിൻ കാറ്റ് ഊക്കോടടിക്കുക ദൈവത്തിൻ കാറ്റ് ഊതുക നിൻ പ്രിയമക്കളിന്മേലും ഊതുക പ്രിയമക്കളിന്മേലും കൊടിയ കാറ്റടിക്കണമേ ആത്മാ മന്ദമാരുതനേ വടതിക്കാറ്റേ നല്ല തെന്നിക്കാറ്റേ പ്രിയ തോട്ടത്തിൽ നിൽക്കുന്ന നടുതലകളിന്മേൽ വടതിക്കാറ്റേ നല്ല തോട്ടത്തിൽ നിൽക്കുന്ന നടുതലകളിന്മേൽ സുഗന്ധം വീശും നേരം വരെയൂ സുഗന്ധം ഊതുക നിൻ പ്രിയമക്കളിന്മേലുള്ള ഊതുക നിൻ പ്രിയമക്കൾ. എല്ലാരും കൈയടിച്ചു പാടിയാട്ടെ. പ്രിയ കാറ്റടിക്കണമേ ആത്മാ മന്ദമാരുതനേ ദാസർ മധ്യത്തിൽ കൊടിയ കാറ്റ്. എല്ലാവരും ഉള്ളം തുറന്നൊന്ന് പറഞ്ഞാട്ട് ആ കാറ്റന്റെ മേലൊന്ന് അടിക്കട്ടെ.